പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ഓഗസ്റ്റ് മാസം 15-ന് സഭ ആചരിക്കുന്നു. വാങ്ങിപ്പിൻ്റെ പെരുന്നാളിലേക്ക് ഒരുങ്ങി വിശുദ്ധ നോയമ്പോടും ഉപവാസത്തോടും കൂടെ ആ പെരുന്നാളിനെ യഥാവിധി ആചരിക്കുവാൻ ഞാനും നിങ്ങളും നോക്കി പാർത്തിരിക്കുന്ന സന്ദർഭം. പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആത്മീക അർത്ഥതലങ്ങൾ എന്താണ്? അമ്മ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ദൈവീകമായ മാതൃകകൾ എന്താണ്? ഈ വക കാര്യങ്ങൾ ചിന്തിക്കുക എന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഈ നോയമ്പിലെ നമ്മുടെ പ്രധാന ചിന്തയും ആത്മീകമായ നമ്മുടെ ക്രമീകരണവും. വേദപുസ്തകത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അനേക സന്ദർഭങ്ങൾ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 46 വരെയും വീണ്ടും 46 മുതൽ 56 വരെയുള്ള വേദഭാഗങ്ങൾ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം, 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന, അമ്മ നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങൾ പ്രബോധിപ്പിക്കുന്ന വേദഭാഗങ്ങളുണ്ട്. ഈ ഒരു അർത്ഥതലത്തിൽ പരിശുദ്ധ പിതാക്കന്മാർ അമ്മ നൽകുന്ന ആത്മീക പാഠത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വേദഭാഗങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് സഭയെ പ്രബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള മനോഹരമായ വിശേഷണങ്ങൾ നമ്മുടെ ആരാധനയിലും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ സാധാരണ നമസ്കാരത്തിലും അതുപോലെ തന്നെ കൗദാശിക ഗ്രന്ഥങ്ങളിലും വിശുദ്ധ കുർബാനയിലുമെല്ലാം അമ്മയോടുള്ള മധ്യസ്ഥതയും അമ്മയ്ക്ക് നൽകുന്ന ശ്രേഷ്ഠമായ സ്ഥാനവും പരിശുദ്ധ സഭയുടെ ക്രമീകരണങ്ങളിൽ വലുതാണല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ നിർവഹിക്കുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി അന്നത്തെ സന്ധ്യാ നമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലും അന്ന് ഉപയോഗിക്കുന്ന പ്രത്യേക ആരാധന ക്രമീകരണങ്ങളിലും സദറകളിലും പ്രമിയോനുകളിലുമൊക്കെ പിതാക്കന്മാർ വേദപുസ്തക അടിസ്ഥാനത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നു. അമ്മയുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വേദഭാഗം ഇന്നത്തെ നമ്മുടെ ആത്മീക ചിന്തയുടെ അടിസ്ഥാനമായി ഞാൻ സ്വീകരിക്കുന്നു. 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ഈ വേദഭാഗം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 48-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, എന്താണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് അമ്മ നമുക്ക് നൽകുന്ന ആത്മീക പാഠത്തിൽ ഈ വേദഭാഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ നമസ്കാരങ്ങളിലും ശുശ്രൂഷകളിലുമൊക്കെ വളരെ മനോഹരമായ നാമങ്ങൾ, വിശേഷണങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അമ്മയെ സ്വർഗത്തിൻ്റെ വാതിലെന്നും അമ്മയെ രണ്ടാമത്തെ സ്വർഗമെന്നും സാക്ഷ്യപെട്ടകമെന്നും സമാഗമന കൂടാരമെന്നും പിതാവായ യാക്കോബ് ദർശിച്ച സ്വർഗം വരെ എത്തുന്ന ഗോവണിയെന്നും അനേക വിശേഷണങ്ങൾ. പ്രത്യേകിച്ച് ശ്ലീബ നമസ്കാരത്തിലെ രാത്രി പ്രാർത്ഥനയുടെ 1-ാമത്തെ കൗമായിൽ നമ്മൾ ചൊല്ലുന്ന ഒരു കോലോ, ഒരു പ്രധാനപ്പെട്ട ഗാനമുണ്ട്. മോഹന സുന്ദര നാമങ്ങൾ നൽകി പൂർവിക നീതിജ്ഞർ കന്യക ദാവീദിൻ മകൾക്കായി.
ദാവീദിൻ്റെ മകളായി ദാവീദ് വംശത്തിൽ ജനിച്ച കന്യക മറിയാമിനെ കുറിച്ച് പൂർവികരായ നീതിമാന്മാർ, പ്രവാചകന്മാരും നബിമാരും മനോഹര വിശേഷണങ്ങൾ, മനോഹര നാമങ്ങൾ നൽകി. അവർ പറയുന്ന നാമങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതിനകത്ത് പൂട്ടിയ വാതിലിതെന്നേവം ഹസ്കിയേലും, പൂട്ടിയ അടയ്ക്കപ്പെട്ട വാതിലായിട്ട് യെഹസ്കേൽ പ്രവാചകനും, അതുപോലെ തന്നെ അടയ്ക്കപ്പെട്ട കിണറായിട്ട്, നീരുറവയായിട്ട്, പൂട്ടിയ തോട്ടമായിട്ട് ശലോമോനും, അതുപോലെ തന്നെ മനോഹര നഗരമായിട്ട് ദാവീദും പ്രതിപാദിക്കുന്നു. ഇതിലെ ഒരു വിശേഷണം മാത്രമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. ദാവീദ് പുരം, മനോഹര പുരം, സ്വർഗീയ പുരമെന്ന് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. ദാവീദിനെ കുറിച്ച് സഭ പറയുന്നത് ദീർഘദർശിമാരിൽ ഒരുവനും അതുപോലെ തന്നെ സംഗീതജ്ഞനുമാണ് ദാവീദ്. ദാവീദ് യെരൂശലേമിൻ്റെ രാജാവാണ്, അതുപോലെ തന്നെ മനോഹര കീർത്തനങ്ങളുടെ രചയിതാവാണ്. ദാവീദ് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്, ദൈവമാതാവ് മനോഹര നഗരമാണ്, സ്വർഗീയ പുരമാണ്. സ്വർഗീയ പുരം, മനോഹര നഗരം. 48-ാം സങ്കീർത്തനം കോരഹ് പുത്രന്മാർ ദാവീദിൻ്റെ നഗരമായ സിയോൻ പർവ്വതത്തെക്കുറിച്ച്, സിയോൻ നഗരത്തെക്കുറിച്ച് നിർവഹിക്കുന്ന മനോഹര പാട്ടാണ്. 48-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നു കോരഹ് പുത്രന്മാരുടെ കീർത്തനം. നമുക്കറിയാവുന്നതുപോലെ സങ്കീർത്തനം അതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ അനുസരിച്ച്, അത് സംഗീതത്തിൽ കവനം ചെയ്തിരിക്കുന്നതനുസരിച്ച് ആരോഹണ ഗീതമെന്നും അവരോഹണ ഗീതമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടായിട്ട് അസെൻഡിങ് സാംസ് ആൻഡ് ഡിസെൻഡിങ് സാംസ് എന്ന് വിവരിക്കും. അതിൻ്റെ പ്രധാന കാരണം സിയോൻ പർവ്വതത്തിൽ യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ആരാധകരായ ജനങ്ങൾ കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് സിയോൻ പർവ്വതത്തിലേക്ക് കയറുന്നു. അങ്ങനെ കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പർവ്വതത്തിങ്കിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതവും, അതുപോലെ തന്നെ ആരാധന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചൊല്ലുന്നത് അവരോഹണ ഗീതവുമായി ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ ഗാനത്തിൻ്റെ, കവിതയുടെ രീതി അനുസരിച്ചും ആരോഹണ അവരോഹണ ക്രമം അനുസരിച്ചും ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ ഉള്ളടക്കം അനുസരിച്ച് അനുതാപ കീർത്തനമെന്നും രാജകീയ കീർത്തനമെന്നും മഷിഹ കീർത്തനമെന്നും പ്രവചന കീർത്തനമെന്നും ഇടയ കീർത്തനമെന്നും വ്യത്യസ്തമായി സങ്കീർത്തനങ്ങളെ തിരിച്ചിട്ടുണ്ട്. കോരഹ് പുത്രന്മാർ ഇവിടെ നടത്തുന്നത് രാജാവിനെക്കുറിച്ചും രാജഗിരിയെക്കുറിച്ചും അല്ലെങ്കിൽ രാജാവിൻ്റെ പട്ടണത്തെക്കുറിച്ചും നിർവഹിക്കുന്ന മനോഹര പാട്ടാണ്. ആ വേദഭാഗത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് വരാം. ദാവീദിൻ്റെ പട്ടണമായ സിയോൻ നഗരം, ആ സിയോൻ നഗരത്തെക്കുറിച്ച് കോരഹ് പുത്രന്മാർ പാടുന്നു. മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അതിൻ്റെ ഒന്നാമത്തെ വിശേഷണം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. രണ്ടാമത്തെ വിശേഷണം അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അരമനകളിൽ സർവശക്തനായ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശേഷണമായി ഈ സങ്കീർത്തന ഭാഗത്തെ കാണുന്നത് രണ്ട് പ്രധാന അർത്ഥതലത്തിലാണ്. ഒന്നാമത്തേത് പരിശുദ്ധ അമ്മ ദൈവം വസിച്ച പട്ടണമാണ്. അതാണ് പ്രധാനപ്പെട്ട വിശേഷണം. പരിശുദ്ധ അമ്മ ദൈവം വസിച്ച പട്ടണമാണ്. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ ദൈവം വസിച്ച ആലയമാണ്. സർവശക്തനായ ദൈവം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നു. മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടന്ന് സ്വർഗീയ കനാനിലേക്കുള്ള യാത്ര. ആ സ്വർഗീയ കനാനിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ആത്മീയ പ്രയാണത്തിൻ്റെ പ്രതീകമാണ്. ഞാനും നിങ്ങളും വിശുദ്ധ മാമോദീസായിലൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ ധരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ തന്നെ നിത്യജീവൻ്റെ അവകാശികളാണ്.
മാമോദീസ തൊട്ടിയിലൂടെ സമാരംഭിക്കുന്ന നമ്മുടെ യാത്ര പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട സ്വർഗീയ കനാനാകുന്ന പറുദീസയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ നഗരം, അവിടെ ദൈവം വസിക്കുന്ന സ്ഥലം അതേതാണ്? പഴയ നിയമ പാരമ്പര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട മാതൃകകൾ ഇതിനുണ്ട്. പിതാക്കന്മാർ വളരെ ശക്തമായി ആ രണ്ട് മാതൃകകളെ പരിശുദ്ധ ദൈവമാതാവിനോട് ഉപമിക്കുന്നുണ്ട്. ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെയുള്ള പ്രയാണം തുടരുമ്പോൾ യഹോവയാം ദൈവം മോശയോട് അരുൾ ചെയ്യുന്നു. എന്താണ് മോശയോട് അരുൾ ചെയ്യുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പട്ടണം, ദൈവം ജനത്തോടുകൂടെ വസിക്കുന്നു എന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന സർവശക്തൻ മിസ്രൈമ്യ അടിമത്തത്തിൽ, പൈശാചിക അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരുടെ ഭാഷയിൽ പൈശാചിക പ്രതിനിധിയാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നു. അതാണ് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയിൽ ജനത്തോടുകൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? ദൈവം അത്രമാത്രം ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം മോശയോട് അരുൾ ചെയ്തത്, നീ എനിക്കൊരു തിരുനിവാസം നിവർത്തണം. ആ തിരുനിവാസത്തിനാണ് ആർക്ക് ഓഫ് കവനന്റ്, ആർക്ക് ഓഫ് കവനന്റ്, സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കണം, നമ്മളെ പുതിയ നിയമസഭയുടെ ആരാധനയിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം പിതാക്കന്മാർ ഉദാഹരിക്കുന്നത് അമ്മ സമാഗമന കൂടാരമാണ്. എന്താണ് സമാഗമന കൂടാരത്തിൻ്റെ പ്രത്യേകത? സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ സാക്ഷ്യപ്പെട്ടകം വയ്ക്കുന്നു. ആ സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് അഹറോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും മന്ന ഇട്ട് വെച്ച നിക്ഷേപപാത്രവുമുണ്ട്. ആ സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ 2 കെറൂബുകൾ, കെറൂബുകളുടെ മധ്യേ കൃപാസനം. ആ കൃപാസനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ് സദാസമയവും വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ തേജസ് സദാസമയവും വസിച്ചിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം എവിടെ ഉണ്ടോ സമാഗമന കൂടാരം അവരുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് അതിനെ ദൈവത്തിൻ്റെ നഗരം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓർക്കണം, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ ദാവീദിൻ്റെ പട്ടണമായ സിയോനാണ് ദൈവത്തിൻ്റെ നഗരം. എന്നാൽ പഴയ നിയമ പാരമ്പര്യത്തിൽ പാളയം ഇറങ്ങുന്ന സ്ഥലം അതെവിടമാണെങ്കിലും, സീൻ മരുഭൂമിയാണെങ്കിലും അതുപോലെ തന്നെ മരുഭൂമിയിലെ വിവിധ പ്രദേശങ്ങളാണെങ്കിലും, ദൈവത്തിൻ്റെ സമാഗമന കൂടാരം, ദൈവത്തിൻ്റെ തേജസ് എവിടെ വസിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ നഗരമാണ്. ദൈവജനത്തിൻ്റെ മധ്യേ സർവശക്തനായി ദൈവം വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽക്കാരുടെ പ്രയാണ നിയമങ്ങൾ അത് പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പാളയം, അവരൊരുമിച്ച് കൂടുന്ന സ്ഥലം, അതിനാണ് പാളയം ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. ആ പാളയം ഇറങ്ങുന്ന സ്ഥലത്ത് ആദ്യം സമാഗമന കൂടാരം നിവർത്തും. ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് മേഘത്തിൽ ഇറങ്ങി വസിക്കും. പാളയത്തിൽ സമാഗമന കൂടാരത്തിൽ നിന്ന് മേഘം പൊങ്ങുമ്പോൾ മാത്രമേ ഇസ്രായേൽക്കാർ യാത്ര തുടങ്ങത്തുള്ളൂ. അതേസമയം സമാഗമന കൂടാരത്തിൽ മേഘം ഉയരാതെ ഇരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇസ്രായേൽ മക്കൾ ഒരേ സ്ഥലത്ത് തന്നെ പാളയം ഇറങ്ങും. നമുക്കറിയാമല്ലോ, വേദപുസ്തകം പറയുന്നത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കളെ വഴി നടത്തി. ഒന്നാമത്തെ പ്രതിരൂപം, ദൈവത്തിൻ്റെ നഗരമെന്നതിൻ്റെ ഒന്നാമത്തെ പഴയ നിയമ മാതൃക യഥാർത്ഥത്തിൽ സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ, ദ ആർക്ക് ഓഫ് കവനന്റ്, ആ സമാഗമന കൂടാരമാണ്. അവിടെ ദൈവ തേജസ് വസിക്കുന്നു, ദൈവ തേജസ് വസിക്കുന്നു. പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് പുതിയ നിയമസഭയിൽ പരിശുദ്ധ ദൈവമാതാവ് സമാഗമന കൂടാരമാണ്. ദൈവ തേജസ് ഇറങ്ങി വസിച്ച
ദൈവത്തിൻ്റെ നഗരമാണ്, ദൈവത്തിൻ്റെ പട്ടണമാണ് പരിശുദ്ധ ദൈവമാതാവ്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവിൻ്റെ, മഹാരാജാവിൻ്റെ നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്, പ്രതീകമായി പറഞ്ഞത് പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവമാതാവിൽ പൂർണ്ണമായി തീർന്നു. പഴയ നിയമം മാതൃകയും പുതിയ നിയമം യാഥാർത്ഥ്യവുമാണ്. സമാഗമന കൂടാരത്തിലൂടെ, സിയോൻ നഗരത്തിലൂടെ പ്രതീകമായി സൂചിപ്പിച്ച ദൈവ തേജസ് കാലസമ്പൂർണതയിൽ പരിശുദ്ധ ദൈവമാതാവിൽ യാഥാർത്ഥ്യമായി തീർന്നു. എന്താണ് ഇതിൻ്റെ സന്ദേശം? 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ സമാഗമന കൂടാര പ്രതീകത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നഗരം, മഹാരാജാവിൻ്റെ പട്ടണമായ സിയോൻ നഗരം എന്ന മനോഹരമായ വിശേഷണത്തിൽ 3 മനോഹര ആശയങ്ങൾ, ആത്മീക സന്ദേശങ്ങൾ നിലനിൽക്കുന്നു. ദാവീദിൻ്റെ പുരി, ദാവീദിൻ്റെ നഗരം എന്നാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. 1, ഇത് ദൈവസ്നേഹത്തിൻ്റെയും ദൈവീക കരുതലിൻ്റെയും സാന്നിധ്യമാണ്. സമാഗമന കൂടാരം സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കളോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് വസിക്കുവാൻ ആഗ്രഹിച്ചത്? അത്രമാത്രം ദൈവം ജനത്തെ സ്നേഹിച്ചു. അത്രമാത്രം തൻ്റെ ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ യഥാർത്ഥത്തിൽ ദൈവം സ്നേഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ മനോഹര പ്രതീകമാണ് പരിശുദ്ധ ദൈവമാതാവ്. ദൈവസ്നേഹത്തിൻ്റെ മനോഹര പ്രതീകം എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ വീണുപോയ മനുഷ്യൻ, ഏദന്റെ പറുദീസയിൽ ആദാമും ഹൗവായും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അങ്ങനെ ആദാമും ഹൗവായും മാത്രമല്ല, സർവപ്രപഞ്ചവും ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയി. ആ സന്ദർഭത്തിൽ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് മനുഷ്യാവതാരത്തിൻ്റെ പ്രചോദനം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യരോടുള്ള ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ വന്ന് മറിയാമിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നതാണ് ദൈവത്തിൻ്റെ കൂടാരം നമ്മോടുകൂടെ എന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. സമാഗമന കൂടാരത്തിൻ്റെ പുതിയ നിയമ യാഥാർത്ഥ്യമാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ അർത്ഥവത്തായ സത്യമായി തീരണം. സർവശക്തൻ നമ്മെ നയിക്കുന്നു, സർവശക്തൻ നമ്മോടൊപ്പമുണ്ട്. നമ്മിൽ വസിക്കുവാൻ നാം ഓർക്കും ദൈവം നമ്മിൽ വസിക്കുന്നു എന്നത് നമ്മുടെ ഒരു ക്രിയാത്മകമായ പ്രവൃത്തിയാണെന്ന്. അല്ല, ദൈവം നമ്മിൽ വസിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതും തൻ്റെ വാസസ്ഥലമായി നമ്മെ തിരഞ്ഞെടുത്തതും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്, സമാഗമന കൂടാരം എന്ന് പഴയ നിയമത്തിൽ പറയുന്നതും 48-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ നഗരം, മഹാരാജാവിൻ്റെ നഗരം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും. സിയോൻ നഗരത്തിൻ്റെ ഉയരം അത് ദൈവസ്നേഹത്തിൻ്റെ ഉയരമാണ്. സിയോൻ നഗരം പ്രതിപാദിക്കുന്ന ആനന്ദം അത് ദൈവസ്നേഹത്തിൻ്റെ ആനന്ദമാണ്. ഞാൻ പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ മാലാഖമാരും എന്ന് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അമ്മയുടെ വചനിപ്പിന് ശേഷം അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് അമ്മ കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നു. എന്നാൽ ബേത്ലഹേമിൽ കല്ലടാവിൽ കുഞ്ഞ് ജനിക്കുന്നു, അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ മഹത്തരമായ ജനന വാർത്ത യഥാർത്ഥത്തിൽ മാലാഖമാർ പ്രഘോഷിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മുഖവര ശ്രദ്ധേയം. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്കായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മഹാരാജാവിൻ്റെ നഗരമായ സിയോൻ പർവ്വതം, സിയോൻ നഗരം ഉയരം കൊണ്ട് മനോഹരവും സർവ്വലോകത്തിനും ആനന്ദവുമാണ്. രണ്ടാമത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നഗരം അത് ദൈവിക ശക്തിയുടെ പ്രതീകമാണ്.
ഒന്നാമത് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്, രണ്ടാമത് ദൈവശക്തിയുടെ പ്രതീകമാണ്. എന്താണ് ദൈവശക്തിയുടെ പ്രതീകമെന്ന് പറഞ്ഞാൽ, പഴയ പാരമ്പര്യത്തിൽ ഞാൻ പറയട്ടെ, സാക്ഷ്യപെട്ടകവും സമാഗമന കൂടാരവും അതാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് ശക്തി ദുർഗമായി നിലനിന്നത്. ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ, അമാലേക്യരോടുള്ള യുദ്ധത്തിൽ, അതുപോലെ തന്നെ മോവാബ്യരോടുള്ള യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ ജയിക്കുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കാരണം അവിടെ സമാഗമന കൂടാരം ദൈവ തേജസ്സും ദൈവസ്നേഹവും വെളിപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുകയാണ്. ഞാനതിനൊരു നല്ല ഉദാഹരണം പറയാം. മോശയുടെ കാലഘട്ടത്തിന് ശേഷം യോശുവയാണ് ഇസ്രായേൽ മക്കളുടെ നേതൃത്വ നിരയിലേക്ക് വരുന്നത്. യോശുവ യോർദാൻ കടന്ന് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഏറ്റവും വലിയ പ്രതിബന്ധം യോർദാൻ കടക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രതിബന്ധം യെരിഹോവിൻ്റെ കോട്ടകളാണ്. ഈ സന്ദർഭത്തിൽ യോശുവ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രമീകരണമുണ്ട്. യോശുവ പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ സമാഗമന കൂടാരം, സാക്ഷ്യപെട്ടകം വഹിച്ചുകൊണ്ട് യോർദാൻ നദിയിൽ നിൽക്കണം. യോർദാൻ നദിയിൽ സാക്ഷ്യപെട്ടകവും കൊണ്ട് ദൈവത്തിൻ്റെ കൂടാരവും കൊണ്ട് ഇസ്രായേൽ പുരോഹിതന്മാർ നിൽക്കുമ്പോൾ യോർദാൻ നദി രണ്ടായി ഭാഗിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തുകൂടെ ജനം അക്കരയ്ക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ പൈശാചിക പ്രലോഭനങ്ങൾ നമുക്കുണ്ട്. നമ്മൾ അധിവസിക്കുന്ന ലോകത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഇന്ന് കാണുന്ന വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മാരക രോഗം, നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നത്, ഇതൊക്കെ വിഷമങ്ങൾ തന്നെയാണ്, പ്രയാസങ്ങൾ തന്നെയാണ്. ആ പ്രയാസങ്ങളുടെ നടുവിൽ അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശക്തി ദുർഗമായി തന്നെ നിലകൊള്ളും. അത് പ്രാഥമിക അർത്ഥം. എന്നാൽ അതിലും വലിയ ഒരു അർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥം? നമുക്കറിയാം, വിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിനെ ധരിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അന്ന് മുതൽ നമ്മൾ നടത്തുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധം ഈ ഭൗതിക ലോകത്തിൻ്റെ യുദ്ധമല്ല, പിശാചുമായി നിർവഹിക്കുന്ന സംഘടനം, പിശാചുമായി നിർവഹിക്കുന്ന, കാരണം ദൈവമക്കൾ എന്ന അവകാശത്തിൽ നിന്ന് പിശാച് നമ്മളെ പുറകോട്ട് മാറ്റുന്ന അനേക സന്ദർഭങ്ങളുണ്ടാകും. അതാണ് വിശുദ്ധ ജീവിതത്തിനെതിരായിട്ടുള്ള സംഘട്ടനമെന്ന് പറയുന്നത്. ആ സംഘട്ടനത്തിൽ അമ്മ മധ്യസ്ഥതയുടെ ദുർഗമാണ്, മധ്യസ്ഥതയുടെ ശക്തിയാണ്. അവിടെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അന്യനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്താണ് പൗലോസ്ലീഹ പറയുന്ന യുദ്ധം? പൗലോസ്ലീഹ പറയുന്ന യുദ്ധം ആത്മീക സംഘടനമാണ്. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥതലം ഈ ലോകത്തിൻ്റെ രോഗമോ ദാരിദ്ര്യമോ പ്രയാസമോ അത് ചരിത്ര ലോകത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും വലിയത് പിശാചിൻ്റെ പ്രലോഭനത്തിൽ വീണ് നമ്മുടെ സ്വഭാവം നശിച്ച് വിശുദ്ധ ജീവിതം നമ്മൾ നശിപ്പിക്കുന്നുവെങ്കിൽ അതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ നടുവിൽ ശക്തിയുടെ പ്രതീകമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത. പരിശുദ്ധനായ പരിമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒക്കെ ഇത് അനുഭവിച്ചറിഞ്ഞവരാണ്. അവരുടെ ആത്മീക ജീവിതത്തിൽ അവരെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കുന്ന വലിയ പൈശാചിക ശക്തികൾ നമ്മളെപ്പോലെയല്ല, അവർ നല്ലതുപോലെ അനുഭവിച്ചു. ആ സന്ദർഭങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത, ദൈവമാതാവിൻ്റെ മധ്യസ്ഥത, അത് ഏറ്റവും ശ്രേഷ്ഠമായി അവർ വിവരിക്കുന്നു. ഈ 15 നോയമ്പൊക്കെ എല്ലാ ദിവസവും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ച് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി നടത്തുമായിരുന്നു എന്നാണ് തിരുമേനിയെക്കുറിച്ച് അറിയാവുന്നവർ ഓർമ്മിപ്പിക്കുന്നത്. കാരണം സഹോദരങ്ങളെ, പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലറിക്കൊണ്ട് നടക്കുകയാണ്. ആ പൈശാചിക പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ അമ്മയുടെ മധ്യസ്ഥത ശക്തമായ വലിയ ദൈവീക ശക്തിയുടെ മാധ്യമമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് തിരുനിവാസവും സാക്ഷ്യപെട്ടകവും ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതീകമായിരുന്നുവെങ്കിൽ, പുതിയ നിയമസഭയായി നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നഗരമായ മഹാരാജാവിൻ്റെ നഗരം, മഹാരാജാവ് വസിക്കുന്ന കൊട്ടാരം, അതാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ നമുക്ക് പൈശാചിക സംഘടനത്തിൽ, പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ ശക്തി ദുർഗമാണ്. നമുക്കറിയാമല്ലോ, ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം മുഖം മൂടി
തൈലമൊഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്? പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള സഹവാസത്തിനും വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിത്യജീവനു വേണ്ടി ഈ തൈലമൊഴിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ് പ്രയത്നം? ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് വീക്ഷിക്കാം. എന്നാൽ എന്താ യുദ്ധം? മാമോദീസായിലൂടെ സമാരംഭിച്ച ആത്മീക യുദ്ധം, ആത്മീക പോരാട്ടം. ആ പോരാട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവും സകല ശുദ്ധിമതികളും ശുദ്ധിമാന്മാരും നമുക്ക് ദൈവസന്നിധിയിലെ ശക്തിയുടെ പ്രേരക വ്യക്തികളും പ്രചോദനവുമാണ്. അതാണ് ദൈവത്തിൻ്റെ നഗരം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം നമ്മുടെ പിതാക്കന്മാർ നൽകുന്നത്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരെ ഈ സാക്ഷ്യപെട്ടകം അടങ്ങുന്ന സമാഗമന കൂടാരം പുരോഹിതന്മാർ തോളിൽ വഹിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പാളയം അടിക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മേഘം സമാഗമന കൂടാരത്തിൽ ഇറങ്ങി അത് ഉയർന്നു പൊങ്ങാതെ ഇറങ്ങി വസിക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഒരു പാളയം അടിക്കും. അതുകൊണ്ട് പഴയ നിയമ പഠിതാക്കളും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പിതാക്കന്മാരും പറയുന്നത്, ഈ സമാഗമന കൂടാരം, ആർക്ക് ഓഫ് കവനന്റ്, അതൊരു മൂവിങ് ഷ്രൈനായിരുന്നു, ഒരു മൂവിങ് ടെമ്പിൾ ആയിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിക്കും ആനന്ദവുമായ ഈ പുതിയ നിയമത്തിലെ പുതിയ പെട്ടകം, അത് സത്യത്തിൽ ഒരു മൂവിങ് ഷ്രൈൻ അല്ല, മറിച്ച് ലിവിങ് ഷ്രൈനാണ്. ജീവിക്കുന്ന നഗരമാണ്. അതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത്, യെരൂശലേമിലെ സിയോൻ പട്ടണം എന്നതല്ല ദൈവസാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനം. ഈ സർവ പ്രപഞ്ചവും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ഇസ്രായേൽക്കാരെ അവരുടെ ആധ്യാത്മികതയിൽ അവരുടെ രാജ്യം യെരൂശലേം, അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവരുടെ ദേവാലയത്തിൽ കൃപാസനത്തിൻ്റെ മധ്യ ദൈവ തേജസ്സുണ്ട്. അങ്ങനെ അവർ സങ്കുചിതമാക്കി ദൈവരക്ഷയെ. എന്നാൽ യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ വിശാലത എല്ലാ മനുഷ്യരെയും മനുഷ്യരെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന മഹനീയമായ ആത്മീയതയുടെ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് നൽകുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അമ്മ മനോഹര നഗരമാണ്. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാണ്. എന്തുകൊണ്ടാണ് അമ്മ മനോഹര നഗരമായിരിക്കുന്നത്, സർവഭൂമിയുടെയും ആനന്ദമായിരിക്കുന്നത്? അമ്മ ദൈവതേജസ്സിൻ്റെ ശ്രേഷ്ഠമായ സാന്നിധ്യമാണ്. 2, അമ്മ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പൈശാചിക യുദ്ധത്തിൽ, പ്രലോഭനത്തിൽ, സംഘടനത്തിൽ നമുക്ക് ആത്മീക ശക്തി പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥതയാണ് പരിശുദ്ധ അമ്മയുടേത്. മൂന്നാമത്തേത്, അമ്മ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആരാധന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ വേദഭാഗത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥതലത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ടത്. രണ്ടാമത്തെ അർത്ഥതലം, ഒന്നാമത് ഞാൻ പറഞ്ഞു പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള വിശേഷണം, അമ്മ ദൈവത്തിൻ്റെ നഗരമാണ്. ഈ വേദഭാഗം പറയുന്നത് മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും. അതൊന്നാം വശം, ദൈവത്തിൻ്റെ നഗരം. രണ്ടാമത്, ആ വ്യാഖ്യാനത്തിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മ ലിവിങ് ഷ്രൈനാണ്, അമ്മ ജീവിക്കുന്ന ദൈവ മന്ദിരമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്, അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നതാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സാദൃശ്യപ്പെടുത്തി ഈ വേദഭാഗത്തിൽ നിന്ന് ഒന്നാമത് ചിന്തിച്ചത്, പരിശുദ്ധ ദൈവമാതാവ് ദൈവം വസിക്കുന്ന നഗരമാണ്. രണ്ടാമത്തേത്, പരിശുദ്ധ ദൈവമാതാവ് ദൈവം വസിക്കുന്ന ആലയമാണ്. നഗരവും ആലയവും അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ പരസ്പരം പൂരകങ്ങളായി തന്നെയാണ് നിലകൊള്ളുന്നത്. 42-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത, സിയോൻ പർവ്വതത്തിൽ യഹോവയുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്
പിതാക്കന്മാർ ഈ ഒരു സാദൃശ്യം പരിശുദ്ധ ദൈവമാതാവിനെ ക്രമപ്പെടുത്തിയത്. ദാവീദിൻ്റെ പുരി സിയോൻ നഗരമാണെങ്കിൽ ആ സിയോൻ നഗരത്തിൽ സിയോൻ പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്ന യെരൂശലേം ദേവാലയവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പഴയ നിയമ മാതൃകയാണ്. ഞാൻ നഗരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ, ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞു. സമാഗമന കൂടാരത്തിൻ്റെ ക്രമീകരണത്തിൽ എന്തിനാണ് കൂടാരം നിവർത്തിയത്? കൂടാരത്തിനകത്ത് സാക്ഷ്യപട്ടകം. സാക്ഷ്യപട്ടകത്തിൽ 3 പ്രധാന കാര്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരുന്നു. ഒന്നാമത്തേത്, സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് സർവശക്തനായ ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പലകകൾ. രണ്ടാമത്തേത് അഹറോന്റെ തളിർത്ത വടി. മൂന്നാമത്തേത് മന്ന ഇട്ടുവച്ച നിക്ഷേപപാത്രം. ഈ 3ഉം സാക്ഷ്യപട്ടകത്തിൽ ഉൾക്കൊള്ളുന്നു. സാക്ഷ്യപട്ടകം വെക്കുന്നതിന് വേണ്ടി സമാഗമന കൂടാരം നിവർത്തി. സാക്ഷ്യപട്ടകത്തിൻ്റെ മുകളിലാണ് കെറൂബുകളും കെറൂബുകളിന്മേൽ കൃപാസനവും. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിച്ചു, സാക്ഷ്യപട്ടകം മൂവിങ് ഷ്രൈനാണ്. എന്നാൽ അല്ലെങ്കിൽ സമാഗമന കൂടാരവും സാക്ഷ്യപട്ടകം അടങ്ങുന്ന സമാഗമന കൂടാരം മൂവിങ് ഷ്രൈനാണ്. എന്നാൽ അതേസമയം പിതാക്കന്മാർ ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞത് ദൈവമാതാവ് ലിവിങ് ഷ്രൈനാണ്. അവിടെയാണ് ഈ സാദൃശ്യത്തിൻ്റെ 48-ാം സങ്കീർത്തനം അമ്മയെക്കുറിച്ച് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിൻ്റെ 2ാമത്തെ പ്രധാന അർത്ഥതലം. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേകിച്ച് 1 കോരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-17 വാക്കുകളിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മന്ദിരമാണ്. വിശുദ്ധ മാമോദീസായിലൂടെ സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി ഭവിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു മറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ചതുകൊണ്ട് അമ്മയെ ദേവാലയമായി പഠിപ്പിക്കുന്ന പാരമ്പര്യം നമ്മുടെ സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളിലെല്ലാം വളരെ വ്യക്തമായി നിഴലിക്കുന്നതാണ്. അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ച് അവർ ദേവാലയം സ്ഥാപിച്ചപ്പോൾ അവർ ദേവാലയം സ്ഥാപിച്ചത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. ധന്യനായ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് 7 പള്ളികൾ സ്ഥാപിച്ചു. ആ 7 പള്ളികളും തോമാ ശ്ലീഹ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിച്ചത്. നമുക്കറിയാം, നിരണം വലിയ പള്ളിയും ആർത്താറ്റ് വലിയ പള്ളിയും അതുപോലെ തന്നെ തിരുവിതാംകോട്ടെ അരപ്പള്ളിയും ഒക്കെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. മലങ്കര സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട തെളിവാണ് അമ്മയുടെ നാമത്തിൽ നിലകൊള്ളുന്ന ദേവാലയങ്ങൾ. നമ്മൾ ദേവാലയ കൂദാശ നിർവഹിക്കുന്ന ദേവാലയ കൂദാശയുടെ ക്രമം പഠിച്ചാൽ അറിയാം. ആദ്യത്തെ ശുശ്രൂഷ ത്രോണോസിൻ്റെ പുറകിലെ ശിലാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ ഏത് പരിശുദ്ധൻ്റെ നാമത്തിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ശില സ്ഥാപിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്നാമത്തെ സീനായി പർവ്വതം സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന സ്ഥലമാണെങ്കിൽ 2ാമത്തെ സീനായി മല പരിശുദ്ധ ദൈവമാതാവാണ്. ഞാനിതൊന്ന് വിശദീകരിക്കാം. അത് ഈ സാക്ഷ്യൻ പട്ടകത്തിലെ നിക്ഷേപിക്കപ്പെട്ട 1ാമത്തെ വസ്തു, 1ാമത്തെ സാക്ഷ്യം പിതാക്കന്മാർ ഇതിനായി വിവരിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ 2 കൽപ്പലകകൾ. നിയമത്തിൻ്റെ 2 കൽപ്പലകകൾ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 17 വരെയും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 17 വരെയും ഈ കൽപ്പന ലഭിക്കുന്ന, മോശയ്ക്ക് 10 കൽപ്പന ലഭിക്കുന്ന സാഹചര്യം വിവരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 1-ാം പ്രാവശ്യം മോശ സീനായ് മലയുടെ മുകളിൽ കയറിപ്പോയി. യഹോവയാം ദൈവം 2 കൽപ്പലകകളിൽ കൽപ്പന എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ മോശ അതുകൊണ്ട് താഴേക്ക് വരുന്ന സമയം അഹറോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ക്രുദ്ധനായ മോശ 2 കൽപ്പലകകളും എറിഞ്ഞുടച്ചു കളഞ്ഞു. എന്നാൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം
34 അധ്യായത്തിൽ വീണ്ടും യഹോവയാം ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിക്കുന്നു. മോശ 40 ദിവസം സീനായ് മലയുടെ മുകളിൽ ദൈവസന്നിധിയിലായിരുന്നു. അങ്ങനെ 40 ദിവസം വ്രതശുദ്ധിയോടെ ഇരുന്ന മോശയ്ക്ക് കൽപ്പലകകളിൽ ദൈവവചനം, കൽപ്പനകൾ എഴുതി മോശയുടെ കൈവശം കൊടുത്തു. അതാണ് യെരൂശലേമിൻ്റെ ചരിത്രത്തിൽ, ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ ദൈവവചനം മനുഷ്യർക്ക് എഴുതി കൊടുത്തിയ ഒന്നാമത്തെ സന്ദർഭം. അതുകൊണ്ട് ഇതിനെ ദേവാലയമായിട്ടാണ്, സീനായ് മലയെ ദേവാലയമായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്രകാരം ഇത് പരിശുദ്ധ ദൈവമാതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഈ വേദഭാഗത്തിൻ്റെ ആത്മീയ അർത്ഥം, ഇന്ന് നമ്മൾ ഇത് പഠിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, നിസായിലെ മാർ ഗ്രിഗോറിയോസ്, കപ്പദോക്യൻ പിതാക്കന്മാരിൽ വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള ആദിമ ക്രൈസ്തവ സഭയിലെ വിശുദ്ധ ജീവിതത്തിൻ്റെ മഹനീയ മാതൃകയും അതുപോലെ തന്നെ വേദശാസ്ത്ര വിശകലനത്തിൻ്റെ ഉന്നത ഗിരിയുമായിരുന്നു നിസായിലെ മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം ലൈഫ് ഓഫ് മോസസ്, മോശയുടെ ജീവിതം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ മോശ സീനായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നതിനെ പിതാവായ നിസായിലെ മാർ ഗ്രിഗോറിയോസ് വ്യാഖ്യാനിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് നടത്തുന്ന യാത്ര, വിശുദ്ധ ജീവിതത്തിൻ്റെ വിവിധ പടവുകളാണ് യഥാർത്ഥത്തിൽ സീനായ് മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന മോശ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് ആദിമ സഭയിലെ അസറ്റിക് ലൈഫ്, സന്യാസ ജീവിതത്തെക്കുറിച്ചും സന്യാസികളെ പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഈ മോശയുടെ ജീവിതത്തിലൂടെ മാർ ഗ്രിഗോറിയോസ്, നിസായിലെ മാർ ഗ്രിഗോറിയോസ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി ചില മാതൃകകൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച്, ദൈവമാതാവിൻ്റെ മഹത്തരമായ മാതൃക മോശയുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയും. മോശം ദർശിച്ച മുൾമരം കത്തിക്കൊണ്ടിരുന്നു എങ്കിലും അത് വെന്തുപോയില്ല. അതിനെക്കുറിച്ച് പിതാവായ നിസായിലെ മാർ ഗ്രിഗോറിയോസ് പറയുന്നത്, എന്തുകൊണ്ട് വെന്തുപോയില്ല എന്നറിയുവാൻ മോശ അടുത്ത് എന്നു. അപ്പോഴാണ് ശബ്ദം, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു? ഞാനാകുന്നു. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. സഹോദരങ്ങളെ, മോശയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ട് മുൾമരം കത്തിയിട്ടും വെന്തുപോയില്ല. വെന്തുപോകാഞ്ഞതിൻ്റെ കാരണം പിതാക്കന്മാരുടെ ദൈവം മുൾമരത്തിൻ്റെ ഉള്ളിൽ വസിച്ചു. അതുകൊണ്ടാണ് അത് കത്തിയിട്ടും തീ പിടിക്കാതിരുന്നത്. നിസായിലെ മാർ ഗ്രിഗോറിയോസ് പറയുന്നത്, പരിശുദ്ധ അമ്മ സ്വർഗീയ അഗ്നിയായ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചു, പക്ഷെ അമ്മയ്ക്കൊരു ഹാനിയും സംഭവിച്ചില്ല. അമ്മ ദൈവപുത്രനെ പ്രസവിച്ചു. അമ്മയുടെ കന്യത്വത്തിന് പോലും ഭംഗം വരാതെ അവൾ നിത്യ കന്യകയായി നിലകൊണ്ടു. നമ്മൾ ചൊല്ലുവല്ലോ, മുൾമരമേരിയാതെരുതി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയൻ ആ മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. യഥാർത്ഥത്തിൽ അരൂപനായ ദൈവം മറിയാമിൽ വസിച്ച് ശരീരം പൂണ്ടു. എപ്രകാരം? മുൾമരം, അതിൽ പിതാക്കന്മാരുടെ ദൈവം വസിച്ചതുകൊണ്ട് അത് കത്തിയിട്ടും വെന്തുപോയില്ല. നിസായിലെ മാർ ഗ്രിഗോറിയോസ് മുൾമരത്തിൻ്റെ സാദൃശ്യം പറഞ്ഞു. അതുപോലെ തന്നെ യഹോവയാം ദൈവം മോശയെ വിളിക്കുന്നു. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയി എൻ്റെ ജനത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നീ പറയണം. മോശ പറഞ്ഞു, ഞാൻ വെറും വിക്കനാണ്, എനിക്ക് വാക്സാമർത്ഥ്യമില്ല. ദൈവം നൽകിയ ഒരു അടയാളമുണ്ട്, നിന്റെ കൈ നിന്റെ മാർവുടത്തിലേക്ക് വെക്കുക. മോശ കൈ മാർവുടത്തിലേക്ക് വെച്ചു. അത് പുറത്തെടുത്തപ്പം കുഷ്ഠം ബാധിച്ച് ഹിമം പോലെ വെളുത്തിരുന്നു. മോശ അന്താളിച്ചു പോയി. ദൈവം വീണ്ടും പറഞ്ഞു, വീണ്ടും നിന്റെ കൈ മാർവുടത്തിലേക്ക് വെക്കുക. അവൻ മാർവുടത്തിലേക്ക് വീണ്ടും കുഷ്ഠം പിടിച്ച കൈ വെച്ചു. അത് തിരികെ എടുത്തപ്പോൾ പൂർണ്ണ സൗഖ്യം. യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള മനോഹര വിശദീകരണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗം, സീനായ് മലയുടെ മുകളിലേക്ക് കയറിപ്പോയ മോശയ്ക്ക് കൽപ്പലകകളിൽ ദൈവവചനം കിട്ടിയത് മോശയുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്.
മോശയുടെ ജീവിത വിശുദ്ധി കൊണ്ട് കൽപ്പലകയിൽ ദൈവവചനം എഴുതി മോശയ്ക്ക് സർവശക്തനായി ദൈവം നൽകി. എന്നാൽ പിതാക്കന്മാർ പറയുന്നത് മറിയാമിൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് മറിയാം ദൈവപുത്രനെ സ്വീകരിക്കത്തക്ക രീതിയിൽ വിശുദ്ധിയിൽ വളർന്നപ്പോൾ മറിയാമിൻ്റെ ഹൃദയത്തിലേക്ക്, മറിയാമിൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം ഇറങ്ങി വന്നു. ഞാൻ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2 കോരിന്ത്യ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇത് ഭംഗിയായി വിവരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങളാകുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് പറയുന്നത് അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ അത്രേ എഴുതിയിരിക്കുന്നത്. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ അത്രേ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മോശയ്ക്ക് ലഭിച്ചത് കൽപ്പലകയിൽ എഴുതിയ ദൈവവചനമാണ്. എന്നാൽ മറിയാമിന് ലഭിച്ചത് ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതിയ ദൈവവചനമാണ്. അതുകൊണ്ടാണ് മറിയാം ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചത്. മറിയാമിൽ ദൈവവചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മറിയാമിൽ ഉരുവായി. അതുകൊണ്ട് മറിയാം സ്വർഗത്തിൻ്റെ വാതിലാണ്. മറിയാം 2ാമത്തെ സ്വർഗമാണ്. മറിയാം 2ാമത്തെ സീനായി മലയാണ്. പരിശുദ്ധ കന്യക മറിയാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളെ സങ്കീർത്തന ഭാഗത്തിൻ്റെ 2ാം ഭാഗം ശ്രദ്ധിച്ച്, മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ആദ്യം ഞാൻ ഓർമ്മിപ്പിച്ചത് ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവമൊരു ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ അരമനയിൽ സർവശക്തനായി ദൈവം വസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമന്ദിരമെന്ന മനോഹര അർത്ഥം. അതിൽ 1ാമത്തേത് വിശദീകരിക്കാനാണ് സാക്ഷ്യൻ പെട്ടകത്തിനകത്തുണ്ടായിരുന്ന കൽപ്പലകകളെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചത്. സഹോദരങ്ങളെ, ദൈവവചനം നമ്മുടെ ഉള്ളിലുമുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം എന്നതിൻ്റെ വിശദീകരണം ദൈവവചനം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നാം മരണത്തെ വിട്ട് ജീവനിലേക്ക്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവവചനം ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞാനും നിങ്ങളും. ഞാൻ 2ാമത്തെ അർത്ഥതലത്തിലേക്ക് വരട്ടെ. അഹറോന്റെ തളർത്ത വടി സാക്ഷിയൻ പെട്ടകത്തിനകത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷിയൻ പെട്ടകം എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം ദൈവമന്ദിരത്തിൻ്റെ മനോഹര സാദൃശ്യം സാക്ഷ്യപ്പെട്ടകമാണ്. സാക്ഷ്യപ്പെട്ടകമെന്ന് വിളിക്കപ്പെട്ടതിൻ്റെ കാരണം ദൈവം കൊടുത്ത സാക്ഷ്യങ്ങൾ പെട്ടകത്തിൽ നിക്ഷേപിച്ചിരുന്നു. 1ാമത്തെ സാക്ഷ്യം കൽപ്പനകൾ എഴുതിയ കൽപ്പലക. 2ാമത്തെ സാക്ഷ്യമാണ് അഹറോന്റെ തളർത്ത വടി. സംഖ്യാപുസ്തകം 16-17 അധ്യായങ്ങൾ അവിടെ വളരെ വ്യക്തമായി വിവരിക്കുന്ന ഒന്ന്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ സമാഗമന കൂടാരം നിവർത്തി, സാക്ഷ്യപെട്ടകം അതിൽ വെച്ചു, അതിനോടൊപ്പം നിലവിളക്ക്, ധൂപകലശം, ഇതെല്ലാം പ്രയാണ കാലഘട്ടത്തിലെ സമാഗമന കൂടാരത്തിലും സാക്ഷ്യപെട്ടകത്തിലും ആരാധനയ്ക്കുള്ള നിയമങ്ങളായി ക്രമീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പുറപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നത്, പ്രത്യേകിച്ച് 40-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സമാഗമന കൂടാരം നിവർത്തി അതിനകത്ത് സാക്ഷ്യപെട്ടകം വെച്ച് കഴിയുമ്പോൾ അഹറോനെയും പുത്രന്മാരെയും മോശ വിളിപ്പിച്ച് അവരെ വെള്ളം കൊണ്ട് കഴുകി വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് പുരോഹിതന്മാരായി നിയമിച്ചു. അപ്പോൾ ഈ സാക്ഷ്യപെട്ടകം ക്രമീകരിച്ചതോടുകൂടെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയും ക്രമീകരിച്ചു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1ാമത് ഞാൻ പറഞ്ഞു, അമ്മ ദൈവത്തിൻ്റെ നഗരം, ദൈവത്തിൻ്റെ പട്ടണം,
ദാവീദ് വിശേഷിപ്പിച്ച ദാവീദിൻ്റെ പുരി. രണ്ടാമത്തേത് അമ്മ ദൈവത്തിൻ്റെ മന്ദിരം. മന്ദിരത്തിൽ ദൈവവചനം സ്ഥിതി ചെയ്യുന്നു. മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് പൗരോഹിത്യം. രണ്ടാമത്തെ പ്രധാന സാക്ഷ്യമാണ് പൗരോഹിത്യം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പള്ളി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ധൂപക്കുറ്റിയും ധൂപാർപ്പണവും ഏവൻഗേലിയോനും ആ മദ്ബഹ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ പ്രതിപുരുഷനായ വൈദികനുമാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യവും ദൈവവചനവും അതുപോലെ തന്നെ നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയും, ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ പള്ളിയിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ നിക്ഷേപങ്ങൾ. അതിലൊന്നാമത്തേത് ഞാൻ പറഞ്ഞു, ദൈവവചനം. നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവവചനം എഴുതുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരമാകും. പരിശുദ്ധ അമ്മ ദൈവവചനം സ്വീകരിച്ച് പിതാവായ അപ്രയം പറയുന്നത് പോലെ കാതതിലൂടുൾപ്പോകി എന്ന് വെച്ചാൽ മാലാഖ വന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, സർവശക്തന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. ആ വചനിപ്പാണ് അമ്മ മകനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ശക്തയായി തീർന്നത്. രണ്ടാമത്തേത് അമ്മ ഉൾക്കൊള്ളുന്നു ശ്രേഷ്ഠമായ പൗരോഹിത്യം. അതിൻ്റെ പഴയ നിയമ പ്രതീകമാണ്. അമ്മ ഉൾക്കൊള്ളുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉൾക്കൊള്ളുന്നത് ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണമായ മശിഹാ തമ്പുരാനാണ്. അതിൻ്റെ പഴയ നിയമ പാരമ്പര്യമാണ് സാക്ഷ്യപട്ടകത്തിലെ അഹറോന്റെ തളിർത്തവടി. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, സംഖ്യാപുസ്തകം 16-17 അധ്യായങ്ങൾ. അവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു. സമാഗമന കൂടാരത്തിൽ വെച്ച് സാക്ഷ്യപട്ടകം വെച്ച് ഈ ശുശ്രൂഷയെല്ലാം ആരംഭിച്ചു. പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. അഹറോനും മോശയുമാണ് നിത്യവും സമാഗമന കൂടാരത്തിൽ ധൂപാർപ്പണം നടത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗോത്ര തലവന്മാർ ഒരുമിച്ച് കൂടി. അവർ ചിന്തിച്ചത്, ധൂപാർപ്പണം നടത്താനുള്ള അവകാശം അത് മോശയ്ക്കും അഹറോനും മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾക്കും ധൂപാർപ്പിക്കണം, ഞങ്ങളും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണം. ലേവ്യ ഗോത്രത്തിന് മാത്രം സാധിക്കത്തില്ല, അഹറോന് മാത്രം സാധിക്കത്തില്ല. മോശയുടെ മാത്രം അവകാശമല്ല പൗരോഹിത്യം. പൗരോഹിത്യത്തിനെതിരായ പ്രതിഷേധം അത് ശരിക്ക് വിവരിക്കുന്നു സംഖ്യാപുസ്തകം 16 അധ്യായത്തിലും 17 അധ്യായത്തിലും. 1 ഭാഗത്ത് വിശദീകരിക്കുന്നത് ദാനെ, അബീരാം, കോരഹെ, അതുപോലെ തന്നെ ഓൻ, ഈ 4 ഗോത്ര തലവന്മാർ വന്ന് മോശയ്ക്കെതിരെ പിറുപിറുത്തു, പ്രതിഷേധമുയർത്തി. ആ സമയത്ത് സർവശക്തനായ ദൈവം മോശയോട് അരുൾ ചെയ്തു. ഇങ്ങനെയെല്ലാം പ്രതിഷേധം വരുമ്പോഴും മോശ സമാഗമന കൂടാരവാതിക്കൽ കവിണ്ണു വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, എല്ലാവരോടും സമാഗമന കൂടാരവാതിക്കൽ ഒരുമിച്ച് കൂടാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയ സമയത്ത് യഹോവയാം ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. എന്താണ് അത്ഭുതമെന്നുള്ളത് സംഖ്യാപുസ്തകം 16 അധ്യായത്തിൽ വിശദീകരിക്കുന്നു. മോശയുടെയും അഹറോന്റെയും പൗരോഹിത്യത്തിനെതിരെ പ്രതിഷേധമുയർത്തിയ കോരഹും അബീരാമും ദാനും ഓനും അവർ നിന്നിരുന്ന സ്ഥലം പിളർന്ന് ഭൂമി അവരെ വിഴുങ്ങിക്കളഞ്ഞു. രണ്ടാമത്തെ സംഭവമായിട്ടാണ് സംഖ്യാപുസ്തകം 17 അധ്യായത്തിൽ യഹോവയാം ദൈവം അരുൾ ചെയ്യുന്നു, ഈ ഗോത്രത്തലവന്മാരുടെ വടി അതുകൊണ്ടെന്ന് സാക്ഷ്യത്തിൽ വെക്കണം. അങ്ങനെ 12 ഗോത്രത്തിലെയും തലവന്മാരുടെ വടി കൊണ്ട് സാക്ഷ്യത്തിൽ വെച്ചു. അതിൽ ലേവ്യ ഗോത്രത്തെ പ്രതിനിധീകരിച്ച് അഹറോന്റെ വടിയാണ് വെച്ചിരുന്നത്. എല്ലാവരും സാക്ഷ്യത്തിൽ നിന്ന് തിരികെ പോന്നു. പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ മോശ കാണുന്നത് 11 വടികളും അതേപോലെ അവിടെ ഇരിക്കുന്നു. അതേസമയം അഹറോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നീ ഇത് ഇസ്രായേൽ ഗോത്രത്തലവന്മാരെ കാണിക്കണം. മത്സരികൾക്കൊരടയാളമായി നീ ഇതിനെ സാക്ഷ്യത്തിനകത്ത്, പെട്ടകത്തിനകത്ത് വെക്കണം. 1 കൽപ്പലകകൾ വെച്ചു. 2 സാക്ഷ്യത്തിനകത്ത് വെച്ചത് അഹറോന്റെ തളർത്ത വടിയാണ്. സഹോദരങ്ങളെ, മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവം വരദാനമായി കൊടുത്ത കൃപയാണ് പൗരോഹിത്യം. അന്നും ഇന്നും
ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതും ദുഷിക്കപ്പെടുന്നതും പൗരോഹിത്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ കഴിഞ്ഞ 2-3 വർഷമായി എത്ര അധികമായിട്ടാണ് പുരോഹിതരെ വിമർശിക്കുന്നത്. ഓരോ മേഖലകളിലും സോഷ്യൽ മാധ്യമങ്ങളിലുമെല്ലാം ശക്തമായ വിമർശനം. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, എന്താണ് ഈ പൗരോഹിത്യം? നിങ്ങൾക്കറിയാമോ? കോരഹിനെയും ദാനിനെയും അബീരാമിനെയും ഓനിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. അതോടൊപ്പം പാളയത്തിൽ ഭയങ്കരമായ ബാധ, മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. മോശ ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ യഹോവ ദൈവം അരുൾ ചെയ്തു, നീ അഹറോനോട് കൽപ്പിക്കണം, ധൂപകലശം എടുത്തുകൊണ്ട് ജനത്തിൻ്റെ മധ്യയിലേക്ക് ഓടണം. എന്നിട്ട് ജനത്തിൻ്റെ മധ്യയെ ബാധ ഒഴിഞ്ഞു പോകുവാൻ ധൂപം വയ്ക്കണം. അങ്ങനെ മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും മധ്യേ അഹ്റോൻ ധൂപകലശവുമായി നിന്നപ്പോഴാണ് ബാധ ഒഴിവായത്. COVID-19 ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക അപജയമാണ് സഹോദരങ്ങളെ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളുടെയും രോഗത്തിൻ്റെയും കാരണം. നമ്മൾ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വരുന്നുവെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ബാധ ഒഴിവായി ജീവൻ ഉണ്ടാകും. അഹറോന്റെ തളിർത്ത വടി ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിരുന്നു. പുതിയ നിയമസഭയെ സംബന്ധിച്ച് പഴയ നിയമ പൗരോഹിത്യമല്ല പുതിയ നിയമസഭയിൽ പിന്തുടരുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും സ്വന്തം ജനവും ആകുന്നു. 12 ഗോത്രങ്ങളിൽ ലേവ്യ ഗോത്രം മാത്രമാണ് പുരോഹിത ഗോത്രം പഴയ നിയമ പാരമ്പര്യത്തിൽ. എന്നാൽ പുതിയ നിയമസഭയിൽ വിശുദ്ധ മാമുദീസ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന നാം എല്ലാവരും പൗരോഹിത്യ ക്രമീകരണത്തിന് പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. യഥാർത്ഥത്തിൽ പാപമോചനത്തിൻ്റെ മഹനീയ അവകാശവും അധികാരവും സർവശക്തനായ ദൈവം പരിശുദ്ധ സഭയിൽ പൗരോഹിത്യ ക്രമത്തിന് നൽകി. ആ പൗരോഹിത്യമാണ് മന്ദിരം ഉൾക്കൊള്ളുന്ന 2-ാമത്തെ സാക്ഷ്യം. പരിശുദ്ധ ദൈവമാതാവ് ഉദരത്തിൽ സ്വീകരിച്ച മശിഹ തമ്പുരാൻ, ആ മശിഹയാണ്, ദൈവപുത്രനാണ്, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം നടത്തുന്ന നിത്യ മഹാപുരോഹിതൻ. ആ നിത്യ മഹാപൗരോഹിത്യത്തെ അമ്മ ഉള്ളിൽ വഹിച്ചതുകൊണ്ടാണ്, മശിഹായെ ഉള്ളിൽ വഹിച്ചതുകൊണ്ടാണ് അമ്മയെ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചത്. 3-ാമത്തേത്, സഹോദരങ്ങളെ, യേശു ക്രിസ്തു തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി ഭാഗിച്ചു തന്നു. നമ്മൾ നിത്യജീവന്റെ അവകാശികളായി ദൈവമക്കളായി തീരുന്നതിൻ്റെ കാരണം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. യഥാർത്ഥത്തിൽ പ്രയാണ കാലഘട്ടത്തിൽ മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർക്ക് ഭക്ഷണം കിട്ടാതെയായി. ആ സമയത്ത് മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. യഹോവയാം ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന നൽകി. ആ മന്ന ചരിത്രത്തിനൊരു പാഠമായി ദൈവം ഞങ്ങളെ പോഷിപ്പിച്ചു എന്നത് തലമുറകൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ഒരു പാത്രത്തിനകത്ത് മന്ന എടുത്ത സാക്ഷ്യപെട്ടകത്തിൽ നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് സാക്ഷ്യപെട്ടകം മന്ന ഇട്ടുവെച്ച നിക്ഷേപപാത്രമായത്. നമ്മൾ അമ്മയെക്കുറിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ മന്ന നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോരാഹറോൻ വടിയും അമ്മയുടെ സാദൃശ്യമായി പറയുക. മന്ന ഇട്ടുവെച്ച നിക്ഷേപപാത്രം പരിശുദ്ധ അമ്മയുടെ സാദൃശ്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു യഹൂദന്മാരോട് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന കഴിച്ചവരാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പം യേശു ക്രിസ്തു പറഞ്ഞ എന്താണെന്നറിയാവോ? മരുഭൂമിയിൽ മന്ന തന്നത് നിങ്ങളുടെ പിതാക്കന്മാരല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ, എൻ്റെ പിതാവത്രേ. ആ കൂട്ടത്തിൽ പറഞ്ഞു, മന്ന ഭക്ഷിച്ചിട്ടും അവർ മരിച്ചുപോയി. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ആരാണ് പരിശുദ്ധ ദൈവമാതാവ്? ജീവന്റെ അപ്പം ഉദരത്തിൽ വഹിച്ച ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ
ലോകത്തെ പോഷിപ്പിക്കുന്ന, ലോകത്തിന് തൃപ്തി വരുത്തുന്ന, നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ അപ്പത്തെ, ജീവനുള്ള അപ്പത്തെ ഉദരത്തിൽ വഹിച്ച മന്ദിരമാണ് പരിശുദ്ധ അമ്മ. ഈ സങ്കീർത്തന ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 48 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. പിതാക്കന്മാർ ദാവീദിൻ്റെ പട്ടണമെന്ന് പരിശുദ്ധ അമ്മയെ സാദൃശ്യമാക്കിയതിൻ്റെ അടിസ്ഥാന വേദഭാഗം മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, സിയോൻ പർവ്വതം അല്ലെങ്കിൽ സിയോൻ നഗരം ദാവീദിൻ്റെ പട്ടണമാണ്. ദാവീദിൻ്റെ പട്ടണം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിക്കും ആനന്ദപ്രദവുമാണ്. പ്രധാന കാരണം ദാവീദിൻ്റെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സും നിറഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ പട്ടണം ദൈവശക്തിയുടെ പ്രതീകമാണ്. ദാവീദിൻ്റെ പട്ടണം ദൈവം നമ്മെ സ്നേഹിച്ചു വന്നതിൻ്റെ മനോഹര തെളിവാണ്. ദാവീദിൻ്റെ പട്ടണം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സും വിളിച്ചറിയിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അത് ഉയരം കൊണ്ട് മനോഹരവും അത് സർവഭൂമിക്കും ആനന്ദപ്രദവുമായത്. പഴയ നിയമത്തിൽ ദാവീദിൻ്റെ പട്ടണത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുവെങ്കിൽ പുതിയ നിയമസഭയിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവസാന്നിധ്യത്തിൻ്റെ മനോഹര സാദൃശ്യം, പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തിൻ്റെ മനോഹര പ്രതീകം, പരിശുദ്ധ അമ്മ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മാധ്യമം. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് അമ്മ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. മന്ദിരമെന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം അമ്മ ദൈവവചനത്തെ ഉൾക്കൊണ്ടു. രണ്ടാമത് അമ്മ ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ മശിഹായെ ഉദരത്തിൽ ഉൾക്കൊണ്ടു. മൂന്നാമത് അമ്മ ജീവൻ്റെ അപ്പത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ടു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സവിശേഷതയും വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നാമും ദൈവത്തിൻ്റെ മക്കളാണ്. സുറിയാനി പാരമ്പര്യത്തിൽ വളരെ പുരാതനമായൊരു പുസ്തകമുണ്ട്, സോബോദ് മെസ്കോസോ, ബുക്ക് ഓഫ് സ്റ്റെപ്സ് എന്നാണ്. അതിനകത്ത് 3 പള്ളികളെക്കുറിച്ച് പറയും. ഒന്ന് വിസിബിൾ ചർച്ച്, ഈ ഭൂമിയിലെ പള്ളി. അവിടെ പുരോഹിതനുണ്ട്, ധൂപകലശമുണ്ട്, ഏവൻഗേലിയോനുണ്ട്, ജീവൻ്റെ അപ്പമായി വിശുദ്ധ കുർബാനയുണ്ട്. അതാണ് ഭൂമിയിലെ പള്ളി. ഉയരത്തിലെ പള്ളി ബശ്മായോ, ഈ തോബ് ബശ്മായോ, സ്വർഗത്തിലെ പള്ളി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വിവരിക്കുന്നത് അതാ. അവിടെ സിംഹാസനം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ ചുറ്റും 24 കഹനന്മാർ കയ്യിൽ ധൂപകലശവുമായി, ബഹുസഹസ്രം ആളുകൾ ശുഭ്രവസ്ത്രധാരികളായി അനവരതം ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് സ്വർഗത്തിലെ ദേവാലയം. ആ കൂട്ടത്തിൽ ഈ സോബോദ് മെസ്കോസോയിൽ വിവരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഹൃദയം ദേവാലയമാണ്. ഈ തോബ് ലേബോ എന്ന് പറയും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ദേവാലയമാണ്. നമ്മൾ ഓരോരുത്തരും ദേവാലയങ്ങളാണ്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം, ഭൂമിയിലെ നമ്മുടെ ദേവാലയം, സ്വർഗത്തിലെ ദേവാലയം, ഇത് 3ഉം ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭയുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നമ്മൾ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധന്മാരോടും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. സർവശക്തനായ ദൈവം എല്ലാ നന്മകളും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.